ഹലോ നമസ്കാരം. നമ്മൾ ഈ മലയാളികളുണ്ടല്ലോ, ഈ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും അതുപോലെ തന്നെ യൂറോപ്പിലൊക്കെ ഒത്തിരി വർഷങ്ങളായി താമസിക്കുന്ന ആളുകൾക്ക് നമ്മുടെ നാടിനോട് തന്നെ ഒരു പുച്ഛമാണ്. ഇവരെയൊക്കെ പഠിപ്പിച്ച് ഈ വിദേശ രാജ്യങ്ങളിലേക്ക് വിട്ടതാരാ? നമ്മുടെ നാട് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല നേഴ്സിംഗ് വരെ ഫ്രീ ആയിട്ട് ഇവർ പഠിപ്പിച്ചിട്ട് അവരൊക്കെ വിദേശ രാജ്യത്തൊക്കെ പോയി കഴിയുമ്പോൾ അയ്യോ ഈ രാജ്യമാണ് നമ്മുടെ നാടിനേക്കാളും നല്ലത്, നമ്മുടെ നാട് വളരെ മോശമാണെന്ന് പറയുന്ന ഒത്തിരി ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ചേച്ചിനെ വിളിക്കുക, ആ ചേച്ചി വിളിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യത്താണ് വിളിച്ചിട്ടോ. ചേച്ചിയോട് പറയുക, ഈ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ കെയർ വിസ കൊടുക്കുന്നുണ്ടോ? കെയർ വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന ഈ ഏജ്ഡ് കെയർ ഉള്ള സ്ഥലങ്ങളിൽ ഈ പറ്റില്ലാതെ കിടക്കുന്ന ആളുകളെ നോക്കാനും കുളിപ്പിക്കാനും അവർ അപ്പി വാരാനൊക്കെ ആയിട്ടുള്ള ജോലി, അവർ ക്ലീൻ ചെയ്യുക, അങ്ങനത്തെ പരിപാടി കേട്ടോ. ആ ജോലി കിട്ടും. അപ്പോൾ ഞാൻ ചോദിച്ചു ചേച്ചി തന്നെ ജോലി? ചേച്ചി അവിടെ നേഴ്സായിട്ട് നല്ല ജോലി ചെയ്യുക, ICU ജോലി ചെയ്യുവാണ്, ICUയിൽ നല്ല ജോലിയാണ്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് 10-30 വർഷമായി, നാട്ടിലാണെങ്കിൽ കുറേ സ്ഥലവും വീടൊക്കെ ഉണ്ട്, ഇവിടെ എൻ്റെ മക്കളൊക്കെ വലിയ വിദ്യാഭ്യാസമൊക്കെ പഠിച്ച്. ഞാൻ ചോദിച്ചു പിന്നെ ചേച്ചി ഇങ്ങോട്ട് വരുന്നത് എന്തിനാ? അയ്യോ നാട്ടിൽ പോയി ശരിയാവത്തില്ല, നാട്ടിൽ പോയി കഴിഞ്ഞാൽ ആരും എന്നോട് സംസാരിക്കാനില്ല. ഞാൻ ചോദിച്ചു ചേച്ചി എപ്പോഴൊക്കെ നാട്ടിൽ പോകുന്നത്? 2 വർഷം കൂടും, 2 വർഷം 3 വർഷം കൂടുമ്പോൾ നാട്ടിൽ പോകുന്നത്. അപ്പോൾ ഈ നാട്ടിൽ പോയിട്ട് പിന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങത്തില്ല. അവർ കൊച്ചമ്മയായിട്ട് പോയിരിക്കുമല്ലേ, വലിയ വീടല്ലേ, വലിയ വീടിൻ്റെ അകത്ത് ഇങ്ങനെ വളവിനകത്ത് നിന്ന് ആരും സംസാരിക്കത്തില്ല. ഈ പുറത്തേക്ക് ഇറങ്ങിയാലേ ആൾക്കാർ സംസാരിക്കത്തുള്ളൂ. ഞാനാ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി 19 വയസ്സായില്ലേ, പിന്നെ നാട്ടിലേക്ക് പോയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നേ. നാട്ടിൽ ചെന്ന് ഇവിടെ ഈ അപ്പി വാരാൻ വീണ്ടും വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നിങ്ങൾ പിള്ളേരൊക്കെ നല്ല നിലയിലായില്ലേ? നിങ്ങൾ നാട്ടിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട് ഒരു പണിക്കാരെ നിർത്ത്, ഒരു പണിക്കാരെ വന്ന് വീട്ടിലെ പണികളെല്ലാം അവർ ചെയ്തോളും. അവർ അടിച്ച് വാരലും തൂക്കലും അങ്ങനെ എല്ലാ പണികളും അവർ ചെയ്തോളും. അപ്പോൾ സുഖമായിട്ട് നമ്മുടെ നാട്ടിൽ ജീവിക്കത്തില്ലേ? ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ചീപ്പാണ്. ഒരാളെ വിളിച്ച് കഴിഞ്ഞാൽ 10-30,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ വന്ന് വീട്ടിലെ എല്ലാ പണികളും ചെയ്യും. അടുക്കള പണി ചെയ്യും, അതുപോലെ തന്നെ അടിച്ചു വാരൽ ചെയ്യും, എല്ലാ പണിയും ചെയ്യും. പുള്ളിക്കാരിക്ക് കൊച്ചമയായിട്ട് ഇരിക്കത്തില്ലേ? അതുപോലെ പുള്ളിക്കാരി സുഖമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പുള്ളിക്കാരിക്ക് ഓസ്ട്രേലിയയിലോ അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യത്ത് പോയിട്ട് മറ്റുള്ളവരെ അപ്പി വാരാനും അവരെ തുടയ്ക്കാനുമാണ് മലയാളിക്ക് ഇഷ്ടം. ഞാൻ പറയുന്നത് നമ്മുടെ ഇത്ര ബോധമില്ലാത്തൊരു മനുഷ്യൻ എന്നുവെച്ചാൽ ഏറ്റവും മാക്സിമം ജീവിക്കുന്ന കാലഘട്ടം എത്രയാണ്? 60 വയസ്സാണ്. ഈ 60 വയസ്സ് വരെ പോയി അപ്പി വാറണമെന്ന് ആഗ്രഹിക്കുന്ന മലയാളിയോട് എന്ത് പറയാനാണ്? ഇവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നാടിനോട് പുച്ഛമായിട്ടുള്ള ധാരാളം ആളുകളെ ഞാൻ കണ്ടുമുട്ടാറുണ്ട്. ഇപ്പോൾ എനിക്ക് എൻ്റെ നാടായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ നാട്. ഞാൻ അതുകൊണ്ടല്ല മലയാളത്തിൽ ബ്ലോഗ് ചെയ്യുക, അതിൽ ഇംഗ്ലീഷ് ബ്ലോഗ് ചെയ്താൽ പോരെ. അപ്പോൾ എനിക്ക് വിദ്യാഭ്യാസ കുറവെന്നൊക്കെ പറയുന്നത് അത് എന്തെങ്കിലും ആട്ടെ. ഞാൻ പറഞ്ഞു വെച്ചാൽ ഞാൻ മലയാളത്തിൽ ബ്ലോഗ് ചെയ്യുന്നു, മലയാളികൾ ഇഷ്ടപ്പെടുന്നതിന് കാരണം എൻ്റെ നാടിന് ഇഷ്ടമായതുകൊണ്ടല്ലേ. അല്ല നിങ്ങൾ ഈ ഓണം നടത്തുന്നത് എന്താണ്? നിങ്ങൾ ഓണപ്പരിപാടിയെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ പോയി വേഷം കെട്ടി പോകുന്നത് എന്തിനാണ്? പോകുന്നതിന് കാരണം നിങ്ങൾ മലയാളികൾ ഇഷ്ടമായതുകൊണ്ട്, മലയാള കൾച്ചർ ഇഷ്ടമായതുകൊണ്ടല്ലേ. ഞാൻ പറയുന്നത് നമ്മുടെ നാടിന് അതിൻ്റേതായ സംസ്കാരമുണ്ട്. നമുക്ക് പ്രായമാകുമ്പോൾ ഈ ഏജ്ഡ് കെയർ ചെന്നിട്ട് അവർ തരുന്ന എന്തെങ്കിലും ഫുഡ് കഴിച്ച് കഴിയുന്നതിന് പകരം എന്നെ സംബന്ധിച്ച് എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചില മീൻകറിയോ ചില ചോറൊക്കെ അല്ലെങ്കിൽ കഞ്ഞിയോ ഉച്ചയ്ക്ക് ചില അവിയൽ കൂട്ടി ചോറോ അല്ലെങ്കിൽ സാമ്പാർ കൂട്ടി ചോറൊക്കെ കഴിക്കുന്നത് എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെയൊക്കെ കഴിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. പക്ഷേ മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല കേട്ടോ. അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം. ഞാൻ പറയുന്നത് നമ്മളൊരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിൽ പോയി തന്നെ ജീവിക്കുക നല്ലത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് ശശി തരൂരില്ലേ. പുള്ളിക്കാരൻ അമേരിക്കൻ സിറ്റിസൺ ആയിരുന്നു. പുള്ളിക്കാരൻ നാട്ടിൽ പോന്നിട്ട് സുഖമായിട്ട് നാട്ടിൽ MP സാറിനൊക്കെ അടിച്ച് പുള്ളി ജീവിക്കുന്നു. പുള്ളി എന്തുകൊണ്ട് നാട്ടിൽ ജീവിക്കുന്നത്? പുള്ളിക്കാണെങ്കിൽ അമേരിക്കയിൽ പോയി ജീവിക്കത്തില്ലേ? അമേരിക്കയിലാണ് നല്ല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടത്തില്ലേ? അതൊന്നും അല്ലെന്നേ. നമ്മുടെ നാട് നമ്മുടേതായ മഹാത്മ്യമുണ്ട്. നമ്മുടെ നാടിന് സ്നേഹിക്കണം. നമ്മുടെ നാടാണ് നമ്മൾ ഇതുപോലെ നിലയിൽ എത്തിച്ചത്. നമ്മുടെ നാടിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മുടെ കാരണവന്മാരെ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. ഇതൊക്കെ നമ്മുടെ കടമയാണ്. നമ്മളൊരു 50 വയസ്സ് കഴിയുമ്പോൾ നാട്ടിൽ പോയി സെറ്റിലാകുക. അല്ല ഇവിടെ കിടന്ന് നമ്മൾ വീണ്ടും ഇവരുടെ തെറിയൊന്നും കേട്ട് നമ്മൾ ജീവിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം അയർലൻഡിലൊക്കെ എന്നാ നടക്കുന്നത്? ഓടിച്ചിട്ട് അടിക്കുക. ഓടല എങ്ങോട്ട് ഓടും? നിങ്ങൾ ഓടിക്കഴിഞ്ഞാൽ എവിടെ പോയാലും നിങ്ങളെ സംരക്ഷിക്കാൻ ഇന്ത്യ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഞാൻ എൻ്റെ ആശയങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ആശയം നിങ്ങൾക്ക് പറയാം. ഓക്കെ, എന്ന് ബൈ.